നമ്മൾ ഇന്നൊരു ഫാം വിസിറ്റിന് വന്നിരിക്കുകയാണ്. നല്ല അടിപൊളി ഒരു കൃഷിത്തോട്ടത്തിൽ കേട്ടോ. അടിപൊളി കൃഷിത്തോട്ടം എന്ന് പറഞ്ഞത് ആ വ്യൂ കണ്ടോ നിങ്ങൾ? ഇടുക്കം വ്യൂ ആണ്. നമ്മൾ വട്ടവടയിലെ ജീപ്പ് സഫാരിയുടെ ഭാഗമായിട്ട് എത്തിയതാണ് ഈ ഒരു ഫാമിലി. അപ്പോൾ ഇവിടെ കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ട്. ബെറി ബ്ലിസ് ഓർഗാനിക് സ്ട്രോബെറി ഫാം എന്നാണ് ഇതിൻ്റെ ഒരു പേര് കേട്ടോ. ആ നമ്പറും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കൊടുത്തേക്കാം. അത് കയറി വരുമ്പോഴത്തേനുള്ള വ്യൂ ആണ് എടുത്ത് പറയേണ്ടത്. നമ്മൾ ഇതെല്ലാം കണ്ട് കയറ്റി വിട്ടിട്ട് പുറകിൽ നിന്ന് എടുക്കുന്ന ഒരു വിഷ്വലാണ് ഈ കാണുന്നത് കേട്ടോ. കുറേ മലനിരകളുടെ ഇടയിലാണ് ഈ ഒരു ഫാം വരുന്നത്. വട്ടവടയിൽ തന്നെയാണ്. വട്ടവടയിൽ ജീപ്പ് സഫാരിക്ക് വന്നപ്പോൾ നമ്മൾ ആദ്യം വന്നൊരു സ്പോട്ട് ഇതാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ളത് സ്ട്രോബെറി ഉണ്ട്, കേബേജ് തന്നെ പലതരമുണ്ട്. നാടനുണ്ട്, വയലറ്റ് കേബേജ് ഉണ്ട്, ചൈനീസ് കേബേജ് ഉണ്ട്, അതുപോലെ ഫാഷൻ ഫ്രൂട്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാനും പറ്റും കേട്ടോ. ഇത് വയലറ്റ് കാബേജ് ആണ്. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് റീൽ എടുക്കാൻ വേണ്ടി കുറച്ച് വിഷ്വൽ എടുക്കാന്നുള്ളതല്ലേ. അപ്പോൾ നമ്മൾ ഏതെല്ലാം വിട്ടിട്ട് കുറച്ച് വിഷ്വൽ എടുക്കാണ്. ഏതിനെ കണ്ടു നോക്കിയേ, സ്ട്രോബെറി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പറിച്ചോ പറിച്ചോ, കാണിച്ചു കൊടുത്തേ. ഇതിൻ്റെ നേരെ നീട്ടിക്ക് ക്യാമറ നേരെ. ഓക്കെ. സ്ട്രോബെറി തന്നെ പലതുണ്ട്. നാടനുണ്ട്, ഹൈബ്രിഡ് ഉണ്ട്. ഹൈബ്രിഡ് കാണാൻ നല്ല ഭംഗിയൊക്കെ ആയിട്ട് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സാധനമായിരിക്കും. പക്ഷേ നാടനായിരിക്കും മധുരം കൂടുതലെന്നാണ് പറഞ്ഞത് കേട്ടോ. നമ്മളിപ്പോൾ നാടനാണ് പറിച്ചത്. ഇതാണ് നാടൻ കേട്ടോ. ചെറുതായിരിക്കും പക്ഷേ നല്ല മധുരം കൂടുതൽ ഇതിനായിരിക്കും. പിന്നെ ഈ കാണുന്നത് പാഷൻ ഫ്രൂട്ട്സ് കേട്ടോ. ഇവിടെ പൊട്ടിച്ച് കഴിക്കാൻ പറ്റുമോ നമുക്ക്? ആ പൊട്ടിച്ച് കഴിച്ചത് കൊള്ളാൻ മേടിക്കാം. നിങ്ങളത് കഴിച്ചോ? ഇതാണ് കൂടുതലും പഴുത്താലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഹലോ, അപ്പോൾ അതിനൊന്ന് കാണിച്ചേ ജസ്റ്റ്. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ സ്ട്രോബെറിയുടെ വൈനും ജാമൊക്കെ ടേസ്റ്റ് ചെയ്യുകയും പാഷൻ ഫ്രൂട്ടൊക്കെ മുറിച്ച് കഴിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ വെജിറ്റബിൾ സീഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രോബെറി, പാഷൻ ഫ്രൂട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, സൺഫ്ലവർ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ സീസണിലുള്ള വെജിറ്റബിൾസ് നമുക്ക് അവിടെ നിന്ന് മേടിക്കാം കേട്ടോ. ലെച്ചൂസാ ആണാടി? അപ്പോൾ ലെച്ചൂസ് നമ്മൾ രണ്ടെണ്ണം എടുത്തു കേട്ടോ. രണ്ടെണ്ണത്തിന് 50 രൂപയുള്ളൂ. അപ്പോൾ ലെച്ചൂസ് നമ്മൾ നേരത്തെ വേറെ മോഡൽ മേടിച്ചിട്ടുണ്ട്. മറ്റേ മൂന്നാർ തന്നെ കുണ്ടള ഫാം ഉണ്ട്, കുണ്ടള ഡാമിൻ്റെ അടുത്ത്. അവിടെ നമ്മൾ മേടിച്ചപ്പോൾ വേറെ ടൈപ്പ് ലെച്ചൂസാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. അതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ മരത്തക്കാളി ഉണ്ട്. കേബേജ് വേണമെന്ന് ചേട്ടൻ ചോദിക്കുന്നുണ്ട്. കേബേജ് വിളഞ്ഞ് കിടക്കുന്നുണ്ട്. ഏതാണ് കേബേജ്? ഇതല്ലേ കേബേജ് ആയിട്ടുണ്ടോ ഇനി? ചൈനീസ് കേബേജ് വേണോ? അപ്പോൾ ഈ ഫാമിൽ നിന്ന് നമ്മൾ മേടിച്ചത് സ്ട്രോബെറി, പാഷൻ ഫ്രൂട്ട്, ഈ ലെറ്റ്യൂസ്, പിന്നെ സ്ട്രോബെറിയുടെ വൈൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ നിന്ന് മേടിച്ചത് കേട്ടോ. പിന്നെ നമ്മൾ വട്ടവടയിൽ വന്നപ്പോൾ ജീപ്പ് സഫാരി ചെയ്തതിൻ്റെയും താമസിച്ചത് നല്ല കിടിലം വ്യൂ ഒക്കെ കിട്ടുന്ന സ്ഥലത്താണ്. അത് നല്ല ബഡ്ജറ്റ് പ്രൈസിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അത് കൊടുത്തേക്കാം. നമ്മുടെ ചാനലിൽ കയറിയൊക്കെ ഒന്ന് കണ്ടേക്കാം. എടുത്തോ, പറപ്പിച്ചോ. എടുക്കേണ്ടത് നിൻ്റെ അമ്മ അപ്പനെ എടുക്കണം. ഐ ലവ് യു ടു. ഊത ഇതിലെ പൊക്കി ഊത പൊക്കി ഊത് പൊക്കി. നിനക്ക് വേണോ? മോളിലേക്ക് ഇപ്പൊ കൈ പൊക്കിത്. കൈ പൊക്കി പിടിച്ച് ഊതണേ. ശക്തിയില്ല. കാറ്റം കൂടെ മുകളിലേക്ക് പൊക്കി ഊതാ, അങ്ങനെ പൊങ്ങിപ്പോളൂ. ഇങ്ങോട്ട് നോക്കിയിരുന്നത്, ഇങ്ങോട്ട് നോക്കിയിരുന്നത്. പാമ്പുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട, വിട്ടേക്ക് പോട്ടെ. നമ്മുടെ നാട്ടിൽ അപ്പം തടിയൊന്നും അല്ല കേട്ടോ. ഇത് വേറൊരു ടൈപ്പ് സംഭവമാണ്. ഇതാണ് സാധനം. അപ്പോൾ ഇതിവിടെ ബ്ലാക്ക് ബെറിയുടെ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടാകും. ബ്ലാക്ക് ബെറി ഉണ്ടായി വരുന്നതേ ഉള്ളൂ. അതിൻ്റെ ഗുണങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെയും ഏതെല്ലാം നടത്തിച്ചിട്ട് കുറച്ച് സ്ട്രോബെറി പറിക്കുന്ന വിഷ്വൽസും സംഭവങ്ങളൊക്കെ സ്റ്റാറ്റസ് ഇടാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് നടത്തിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് സ്ഥലത്ത് നിന്നൊക്കെ പറിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. നമുക്ക് ഇവിടെയുള്ള ഏത് ഫാമിലായിക്കോട്ടെ നമുക്ക് ഇതുപോലെ നടന്ന് സ്ട്രോബെറി പറിക്കാനൊക്കെ അവർ സമ്മതിക്കും കേട്ടോ, പിള്ളേരൊക്കെ വെച്ചിട്ടുണ്ടേ. പിന്നെ ഓവറായിട്ട് ആളുകൾ കയറി അലമ്പുണ്ടാക്കരുത്. ഇവിടെ റെഡ് ഉണ്ട് കേട്ടോ. അത് തന്നെ. പറിച്ചോ. ഓ, ഇങ്ങോട്ടൊക്കെ പറിക്കാറുന്നില്ലേ?
അത് കാണിച്ചിട്ട് ക്യാമറ റെഡി കാണിക്കണ്ട. വേണ്ട കുഴപ്പമില്ല, പോട്ടെ. മതി. അത് മറ്റേ കഴിച്ചോ, കടിച്ചു വയ്ക്കും. അത് സ്ട്രോബെറി മണി ഒന്ന് കടിച്ചു വയ്ക്കോ. കൊള്ളാമോ? വീഡിയോയുടെ ആദ്യം ഞാൻ സൂചിപ്പിച്ച പോലെ വട്ടവടയിൽ ഒരു ജീപ്പ് സഫാരിയുടെ ഫസ്റ്റ് ലൊക്കേഷനിലാണ് നമ്മൾ ആ സ്ട്രോബെറി ഫാമിൽ എത്തിയത്. രണ്ടാമത്തെ ലൊക്കേഷൻ നമ്മൾ ഈ ഒരു വ്യൂ പോയിന്റിലേക്കാണ് വന്നത് കേട്ടോ. നമ്മൾ ജീപ്പ് സഫാരിയുടെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്ന മുറയ്ക്ക് അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ വട്ടവടയിൽ നമ്മൾ താമസിച്ചതും വട്ടവടയിൽ കാണേണ്ട കുറച്ച് ഹണി മ്യൂസിയം അങ്ങനെ കുറേ ലൊക്കേഷനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോകൾ ചെയ്യുന്ന മുറയ്ക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ ചാനലിൽ കയറിയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടേക്കാം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, ഷെയർ ചെയ്തേക്കാം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ദയവായി നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്കും കൂടി വന്നേക്കാം.